ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ തന്റെ പ്രിയപ്പെട്ട ഭാര്യതാ പ്രസവിച്ചിട്ട് മോനെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചിട്ട് റബ്ബേ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയുന്നില്ല. കൂടപ്പിറപ്പുകൾ കരയുന്ന ഉസ്താദേ, സംസം വെള്ളം പോലും എന്റെ സഹോദരന്റെ വായിലൊഴിച്ചു കൊടുക്കുമ്പോ അവന് കുടിക്കാൻ കഴിയുന്നില്ല ഉസ്താദ്. ഡോക്ടർമാര് പറഞ്ഞത് അറിയിക്കേണ്ടവരെ അറിയിച്ചു കൊള്ളാരാ, അറിയിക്കേണ്ടവരെ അറിയിച്ചു കൊള്ളാരാ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാൻസറിന്റെ വാർഡിൽ കിടന്ന ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാ. പടച്ചവനെ ഇന്ന് വയലിന് ഇങ്ങോട്ട് കിടന്നു വരുമ്പോ പടച്ചവനെ തിരൂരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു പെങ്ങള് വിളിച്ചു, ഉസ്താദേ എന്റെ ഉമ്മയുടെ വയറിലെ ക്യാൻസറാ, മലം വെളിയിൽ പോകുന്നില്ല ഉസ്താദേ, എന്റെ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് മലം വെളിയിലേക്ക് പോകുന്നില്ല. എന്റെ ഉമ്മയുടെ വയറങ്ങ് വീർക്കുകയാണ്. എന്റെ ഉമ്മ കിടന്ന് നിലവിളിക്കുകയാ, എന്റെ ഉമ്മ കിടന്ന് നിലവിളിക്കുകയാ. സഹിക്കുന്നില്ല ഉസ്താദേ, സഹിക്കുന്നില്ല ഉസ്താദേ. പടച്ചവനെ പൊന്നുമോന്, ഇതുപോലെയുള്ള രോഗങ്ങളെ തട്ടിമാറ്റാൻ ഏത് മരുന്നിനാ കഴിയുക, ഏത് ഡോക്ടറിനാടാ കഴിയുക, ഏത് പണത്തിനാടാ കഴിയുക? കരുണക്കടലായ അല്ലാഹ്, 28 വയസ്സുള്ള ചെറുപ്പക്കാർ 70 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ വാപ്പയാണ് റബ്ബേ. കരുണ കാണിക്കണേ അല്ലാഹ്, കരുണ കാണിക്കണേ അല്ലാഹ്. അവരുടെ രോഗത്തിന് ശിവ കൊടുക്കണേ അല്ലാഹ്, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അത് തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും ചെറുപ്പക്കാരാ. ആ രോഗമെന്ന് മാറ്റിക്കളയാറ്, ആ രോഗമെന്ന് മാറ്റാൻ കഴിയുന്ന മരുന്നാട് സദഖത്തു റത്തുൽ ബലാ. സദഖയ്ക്കത് മാറ്റിക്കഴിയുമെന്നാണ് എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ ഉസ്താദ് ഒരു കുടുംബത്തിലെ 3-4 പേര് ഒറ്റയടിക്ക് പോയ ചരിത്രം പറഞ്ഞല്ലോ. അല്ലാഹുവേ, എല്ലാവരും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിപത്തുകൾ എനിക്കോ നിങ്ങൾക്കോ താങ്ങാൻ കഴിയുന്നതാണോ? വന്നതിന് ശേഷം നിലവിളിച്ചിട്ട് കാര്യമില്ല, നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തട്ടിമാറ്റാനുള്ള ഏക വഴിയായി ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് വരുന്നത്. ഒരു മടിയും വേണ്ട, ഉറക്കം നടിക്കല്ല്, ഉള്ളതിൽ പങ്കുകൊടുക്കൂ. ഒന്ന് മത്സരിക്കാൻ കഴിയോ, ഒന്ന് മത്സരിക്കാൻ കഴിയോ? ഉസ്താദേ, ഏറ്റവും വലുത് ഞാനാണ് കൊടുക്കേണ്ടത്, എന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലത് ഞാൻ കൊടുക്കാം. പടച്ചവനെ, മനസ്സറിഞ്ഞുകൊണ്ട് കയ്യിൽ ഇരിക്കുന്നതിലൊരു പങ്ക് കൊടുക്കാൻ കഴിയോ? അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു, ഇവരെ നീ കൈവിടല്ലേ അല്ലാ, ഇവരെ നീ കൈവിടല്ലേ അല്ലാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന മരണവേദന സഹിക്കാൻ കഴിയാതെ അതാ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ സദഖ കൊടുത്തവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അത് പറയാനുള്ള ഓർമ്മ കൊടുക്കണേ അല്ലാഹ്. അത് പറയാ അവരുടെ നാവിന് ശക്തി കൊടുക്കണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊന്ന് മത്സരിച്ച് ഉസ്താദെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസ മുഴുവനും മരുന്ന് വാങ്ങാൻ വേണ്ടി അല്ല, നല്ലതിന് വേണ്ടി കൊടുക്കാനാ. ഇൻഷാ അല്ലാഹ് പോക്കറ്റ് എടുക്കുക. സംഘാടകർ എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിടും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ പടച്ചവനെ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, കരുണക്കടലായ അല്ലാഹ്, ഇവരെ നീ കൈവിടല്ലേ അല്ലാഹ്, ഇവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഇവർക്ക് നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാഹ്.